ഓം ശാന്തി. സെക്കൻഡിൽ ഏകാഗ്രചിത്തനായി ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ആത്മാ ഈ ശബ്ദലോകത്തിൽ നിന്നും അകലെ നിർവാണധാമത്തിൽ ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ സുപ്രീം ആത്മാ ശിവബാബയുടെ കൂടെയാണ്. ഇവിടെ മുക്തിധാമത്തിൽ ഞാൻ നിർസങ്കൽപ്പസ്ഥിതിയിലാണ്, നിർവികാരിയാണ്, മുക്തമാണ്. ഞാൻ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ എൻ്റെ പിതാവിൻ്റെ കൂടെ കുറച്ചു സമയം നിവസിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ 84 ജന്മങ്ങളുടെ ചക്രം ആരംഭിക്കുകയാണ്. എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ ഈ സൃഷ്ടിയിൽ പാർട്ടഭിനയിക്കാൻ ഞാൻ താഴേക്ക് വരുന്നു. സത്വപ്രധാന സൃഷ്ടിയിൽ ഞാൻ ഭാരതദേശത്തിൽ സ്വർഗത്തിൽ രാജകുമാരനായി ജന്മമെടുക്കുന്നു. ഞാൻ സർവഗുണസമ്പന്ന, സമ്പൂർണ്ണ നിർവികാരി, സർവശ്രേഷ്ഠ ദേവതയാകുന്നു. ഇത് ലക്ഷ്മി നാരായണന്റെ രാജ്യമാണ്. സ്വർഗത്തിൽ വളരെയധികം സുഖവും ആനന്ദവും അനുഭവിക്കുന്നു. ഒരു ദുഃഖവുമില്ല, അളവറ്റ സുഖമാണ്. ഞാൻ സൂര്യവംശിയാത്മാ 1250 വർഷം വരെ രാജ്യം ഭരിക്കുന്നു. ഇവിടെ ഞാൻ 8 ജന്മങ്ങൾ എടുക്കുന്നു. ലോകത്തിന്റെ ഹിസ്റ്ററി, ജോഗ്രഫിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് ത്രേതായുഗത്തിൽ രാമരാജ്യത്തിൽ വരുന്നു. ഇവിടെയും ഒരു രാജ്യം, ഒരു ധർമ്മം, ഒരു മതമാണ്. ഇവിടെ 12 ജന്മങ്ങൾ ഞാൻ സുഖത്തിലായിരുന്നു. അരകൽപ്പം സുഖം അനുഭവിച്ചതിന് ശേഷം സൃഷ്ടിയിൽ രാവണ രാജ്യം ആരംഭിക്കുന്നു. ആത്മാക്കൾ പവിത്രതയിൽ നിന്നും അപവിത്രമായി കൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ വികാരികളായതിനാൽ എർത്തുകയ്ക്കുണ്ടാകുന്നു. വലിയ വലിയ മഹലുകൾ ഭൂകമ്പത്തിൽ അടിയിലേക്ക് താണുപോയി. അല്പം ബാക്കിയായ സ്വർണം കൊണ്ട് അമ്പലങ്ങൾ ഉണ്ടാക്കി ഭക്തിമാർഗം ആരംഭിച്ചു. മനുഷ്യർ വികാരികളായി, ആയുസ് കുറഞ്ഞു, വികാരി ഭോഗിയായി. പിന്നീട് അനേക ധർമ്മങ്ങൾ ആരംഭിച്ചു. യുദ്ധവും വഴക്കുകളും ഉണ്ടായി. അമൃതത്തിന്റെ ലഹരി സമാപ്തമായി.
കലിയുഗത്തിൽ വീണ്ടും പതിതരും വികാരികളുമായി കല്ലുബുദ്ധിയായതിനു ശേഷം കല്ലിന്റെ മൂർത്തിയുണ്ടാക്കി പൂജിക്കാൻ ആരംഭിച്ചു. ധർമ്മഭ്രഷ്ടരായി ഞാൻ ശൂദ്രനായി മാറി. ശ്രേഷ്ഠാചാരിയായ ഞാൻ ഭ്രഷ്ടാചാരിയായി. ഭാരതത്തിന്റെ ഈ അവസ്ഥയായി 5000 വർഷത്തിൽ ഞാൻ 84 ജന്മങ്ങളെടുത്തു. കലിയുഗത്തിന്റെ അന്ത്യത്തിൽ വീണ്ടും ശിവഭഗവാൻ വന്നിരിക്കുകയാണ് എന്നെ ശ്രേഷ്ഠാചാരിയാക്കാൻ. പരംപിത ശിവപരമാത്മാ പറയുന്നു, വിഷം ഒഴിവാക്കി അമൃതം കുടിക്കൂ, വീണ്ടും രാജ്യഭാഗ്യമെടുക്കൂ. ഞാൻ അമൃതം കുടിച്ച് ശ്രേഷ്ഠാചാരിയാകൂ. അപ്പോൾ സ്വർഗത്തിന്റെ അധികാരിയാകും. ഞാൻ രാജയോഗം പഠിച്ച് നിരന്തരം ഒരു പരമാത്മാവിന്റെ ഓർമ്മയിലിരുന്ന് എന്റെ സ്വർഗരാജ്യം വീണ്ടും പ്രാപ്തമാക്കും. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ നല്ല പ്രകാശത്തിലായിരുന്നു. ഇപ്പോൾ ഘോര അന്ധകാരത്തിലാണ്. വീണ്ടും പ്രകാശത്തിലേക്ക് വരണം. ഈ അവസാനത്തെ ജന്മത്തിൽ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ബാബ വരൂ എന്ന് വിളിക്കുന്നു. അതിനാൽ ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. ബാബ പതിത പാവനനാണ്. കൽപ്പത്തിലെ സംഗമയുഗത്തിൽ ബാബ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. പതിതരെ പാവനമാക്കി മാറ്റുന്ന കർത്തവ്യം ചെയ്യുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ഞാനിപ്പോൾ 21 ജന്മത്തേക്ക് ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. സത്യയുഗത്തിലെ സൂര്യവംശി പദവി വീണ്ടും പ്രാപ്തമാകുന്നു. ഞാൻ ദേഹി അഭിമാനിയായി മാറുന്നു. ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ഒപ്പം രാജ്യഭാഗ്യത്തെയും ഓർമ്മിക്കുന്നു. ദേഹത്തിന്റെ സംബന്ധങ്ങളെ ബുദ്ധിയിൽ നിന്നും ഉപേക്ഷിക്കുന്നു. ഞാൻ തന്നെയാണ് ആദ്യം ബാബയിൽ നിന്നും വേർപിരിഞ്ഞത്. ബാബ ബീജരൂപനാണ്. മുഴുവൻ ജ്ഞാനവും ബാബയിലുണ്ട്. സംഗമത്തിൽ വന്ന് സൃഷ്ടിയുടെ ആദി മധ്യാന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ആത്മാവിൽ നിന്നും മോശമായ സംസ്കാരങ്ങളെ മാറ്റിക്കളയുന്നു. ഇത് വാനപ്രസ്ഥാവസ്ഥയാണ്. പുണ്യാത്മാവായി മാറാനുള്ള പരിശ്രമം ചെയ്യുന്നു. വിത്തിന്റെയും വൃക്ഷത്തിന്റെയും ജ്ഞാനത്തെ സ്മരിച്ച് ഞാൻ സദാ ഹർഷിതമായിരിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഉപരാമവും എവരടിയുമായി ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്ന സകല കലയിലും
സമ്പന്നമാകുന്നു. ബുദ്ധിയെ എപ്പോൾ വേണമോ, എത്ര സമയം വേണമോ അവിടെ സ്ഥിതി ചെയ്യിക്കുന്നതാണ് ഏറ്റവും വലിയ കല. ഈ കലയിലൂടെ 16 കലാസമ്പൂർണരാക്കുന്നു. അതിനായി എവരുടെയും ഉപരാമവുമാകുന്നു. ഒരു സെക്കൻഡിൽ അശരീരിയാകുന്നു. സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സ്നേഹിയും സഹയോഗിയും. ഓരോ കർമ്മം ചെയ്തുകൊണ്ടും സദാ സ്വയത്തെ ബന്ധനമുക്തമാക്കൂ. സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാക്കൂ. ഓരോ കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും മുക്തി, ജീവൻ മുക്തിയുടെ സ്ഥിതി ഉണ്ടായിരിക്കും. അവരാണ് വേറിട്ട സ്നേഹികൾ. ഓം ശാന്തി.